ഇങ്ങനത്തെ ഒരു ആഡ് എങ്ങനെ ആഫ്റ്റർ ഉണ്ടാക്കാൻ നോക്കാം. അപ്പം ഇനിയിപ്പോൾ ഒന്നും അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ചെയ്യണ പോലെ ചെയ്താൽ മതി കേട്ടോ. സംഭവം ബേസ് ഇല്ലാത്തവരും ആ രീതിയിലാണ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇത് ക്ലോസ് ചെയ്യുക. ആഫ്റ്റർ തുറക്കുമ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് വരിക, അത് നമുക്ക് വേണ്ട. ഇങ്ങനെയാണ്, ഇങ്ങനെ 2 കോളം കാണും. നമ്മൾ ഫസ്റ്റ് ഇത് എടുക്കുക. ഞാൻ ഫുൾ എച്ച് ഡി എടുക്കണ 1920 1080 സൈസ്, യൂട്യൂബ് സൈസാണ്. ഓക്കെ, ഒരു 10 സെക്കൻഡ് ഇതുണ്ടോ, ഇതിലൊന്നും കാര്യമില്ല. ഇത് നമുക്ക് പച്ച ചുവപ്പ് മണി ഒന്നും കൊടുക്കുക, പക്ഷെ അതൊന്നും കാണൂല കേട്ടോ. ഔട്ടിൽ ഇതൊന്നും വരില്ല. നമ്മൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ കൊടുക്കുകയെ. ഓക്കെ കൊടുത്തു. അപ്പോൾ നമ്മൾ കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്തു. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇവിടെ വെച്ച് Ctrl+I അടിക്കുക. ദെൻ നമ്മളെ എലമെൻറ്റ്സ്, അതായത് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ബാക്ക്ഗ്രൗണ്ട് അല്ലേ. ഞാൻ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടു. ഫസ്റ്റ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് കൊടുന്നു താഴോട്ടിട്ടു. എന്നിട്ട് എസ് പ്രസ് ചെയ്തു, ഒന്ന് സ്കെയിൽ ചെയ്ത് വെച്ചു. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ വുഡ്, ഒരു ടേബിൾ വുഡ്. ഓക്കെ, അത് ഞാൻ എസ് പ്രസ് ചെയ്തു. ലെയറിന് ക്ലിക്ക് ചെയ്യുക, എസ് പ്രസ് ചെയ്യുക. മൂവ് ഇതൊന്ന് താഴത്ത് അങ്ങനെയാണ് ചെയ്തു. ദെൻ ബാക്ക്ഗ്രൗണ്ടും സെറ്റായി. നമ്മൾ ഇതും കൊണ്ടു വെച്ചു. ഇനി ഞാനിതിൻ്റെ ക്യാമറ ഓണാക്കാൻ പോവുകയാണ്. ക്യാമറയെ കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട. ക്യാമറ ഓണാക്കുമ്പോൾ എങ്ങനെ ഒരു ഓപ്ഷൻസ് ഇതൊക്കെ ഇതിലൊക്കെ കീ കൊടുത്ത് ആനിമേഷൻ കൊടുക്കട്ടോ. അതായത് എക്സും വൈയും വന്നത് എന്തായി ക്യാമറ ഓണാക്കേണ്ട. ക്യാമറയെ കുറിച്ച് ഡെപ്തായിട്ട് ഒന്നും ചിന്തിക്കേണ്ട. ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. ക്യാമറയെ കുറിച്ച് പഠിക്കാനുണ്ട്, എന്താ സംഭവം എന്നൊക്കെ അറിയില്ല. 3D ഒരു റിയലിസ്റ്റിക് തോന്നാനും അതേമാതിരി ഇതിപ്പോൾ ക്യാമറ ഓണാക്കിയിട്ട് ഇങ്ങനെ കറങ്ങണേ, അല്ലാഞ്ഞാൽ അത് ഇങ്ങനെ അതിൻ്റെ ചുറ്റും നമുക്ക് കാണാൻ കഴിയൂല. അതിനാണ് 3D എന്ന് പറയാം. 360 കറങ്ങൂലേ. 3D കുറിച്ച് ഇപ്പം നമുക്ക് ഒഴിവാക്കാം. ഞാൻ ഇത് ഓണാക്കിയത് ഇതാ, ഈ സംഭവം ലെയർ സെലക്ട് ചെയ്യുക. ഈ സംഭവം ഇതാ 3D ലെയർ. വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. കൂടുതൽ പോയാൽ നമ്മൾ വീഡിയോസ് 1 മണിക്കൂർ 2 മണിക്കൂറാവും. നമുക്കൊരു കുറച്ച് പെട്ടെന്ന് ചുരുക്കി വേഗം ഇതാക്കണം. അങ്ങനെ ഇത് രണ്ടും ഞാൻ ഇതാക്കി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ആക്റ്റീവ് ക്യാമറയിൽ പോയാണ്ട് ടോപ്പ് വ്യൂ, അതായത് ടോപ്പ് എന്ന് നോക്കണ ഒരു സംഭവം, ഒന്നും വേറെ ഒന്നും ചിന്തിക്കണ്ട. അതായത് ആക്റ്റീവ് ക്യാമറ ആയി അത് ഞാൻ ടോപ്പാക്കി. അപ്പം ഇങ്ങനെ ഉണ്ടാവുക. നമ്മൾ ഫസ്റ്റ് പേജ് സെറ്റ് ചെയ്തില്ല, ആ സംഭവമാണിത് വൈറ്റ് കാണുക കേട്ടോ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അതിന് പേരിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് ചുരുക്കിയിട്ടാണ് വുഡ്. എന്നിട്ട് ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് എന്ത് കാട്ടി, മേലെ കൊണ്ടുവച്ചു. ദെൻ വുഡ് ഞാൻ എന്ത് കാട്ടി, താഴെയും കൊണ്ടുവച്ചു. ഓക്കെ, എങ്ങനെ ആക്റ്റീവ് ക്യാമറ ടോപ്പിലിട്ടിട്ട്. എന്നിട്ട് ഞാൻ വീണ്ടും ആക്റ്റീവ് ക്യാമറയിലോട്ട് പോയി. നിങ്ങൾ ഫസ്റ്റ് ഇതുപോലെ ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് കയ്യോ ഇല്ലയെന്നൊന്ന് നോക്കണ്ടേ. എന്നിട്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ നമ്മൾ 3D ഓണാക്കി ബാക്കിലും ഇതൊക്കെ കൊണ്ടുപോയിട്ടപ്പോൾ സംഭവം ചെറുതായി, അത് നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ചല്ലേനോ. എന്നിട്ട് നമ്മൾ ഒന്നുകൂടി എസ് പ്രസ് ചെയ്തു, സൈസാക്കി. അങ്ങനെ ഇത് സെറ്റായി. ഇനി ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ബ്ലറാക്കാൻ പോവാണ്. എഫക്റ്റ് ആൻഡ് പ്രീസെറ്റിൽ ഗോഷ്യൻ ബ്ലർ, എഫക്റ്റ് ആൻഡ് പ്രീസെറ്റിലാണ് എല്ലാ എഫക്ട്സുകളും എടുക്കണം കേട്ടോ. പിന്നെ അഡീഷണൽ പ്ലഗിൻസ് ഉണ്ട്, അതിപ്പോൾ എല്ലാവർക്കും ഇൻസ്റ്റാൾ ആക്കാനും യൂസ് ആക്കാനും അറിയണമെന്നില്ല. എന്നിട്ട് നമ്മളിതാ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇട്ട്. ഇപ്പോൾ മോശം ഗ്രാഫിക്സ് പഠിക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ആഫ്റ്റർ ഒരു 25% 20% പഠിച്ചാൽ തന്നെ നമുക്ക് പെയ്ഡ് വർക്ക് ചെയ്യാം. ഇത് പഠിച്ചാൽ ഇപ്പം ഞാൻ ബാക്ക്ഗ്രൗണ്ടുമ്പോൾ കൊണ്ടുപോയിട്ടാണ് ഇതാ എഫക്റ്റ് ഞാൻ ഡ്രാഗ് ചെയ്തിട്ടില്ലേ, ഇവിടെ വരും. അതിൻ്റെ ഡ്രാഗ് ചെയ്ത് ഇട്ട അപ്പം തന്നെ ഇവിടെ വരും അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. അതായത് എഫക്റ്റ് കൺട്രോൾ എന്നായി ഇതിന് പറയാം. ഇതിലിപ്പം ബ്ലറിനെസ് അല്ല, 0 ആണ്. ഇവിടെ ഞാൻ കൂട്ടി കൊടുത്തത് ബ്ലർ എന്നല്ല, എന്ത് സാധനം ടൈം ലൈനിക്ക് വെച്ചിട്ടാലും ഇവിടെ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരും കേട്ടോ. ഒരു 56 കൊടുത്ത് അങ്ങനെ അതും സെറ്റ് ചെയ്തു. ദെൻ നമുക്ക് എന്താ ചെയ്യാനുള്ളത്, ജാറ് കൊണ്ടുവരണം. Ctrl+I അടിച്ച് ഫോട്ടോഷോപ്പിലൊക്കെ ഇട്ട് കട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് PNG ആക്കി കൊണ്ടുവരാം. ഞാൻ ഫോട്ടോഷോപ്പ് ഫയലാണ് കൊണ്ടുവരുന്നത്. ഫോട്ടോഷോപ്പ് ഫയൽ എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഇത് ഫോട്ടോഷോപ്പ് ഫയൽ സെലക്ട് ചെയ്തു, ഇമ്പോർട്ട് കൊടുത്തു. 3 ഓപ്ഷൻ കാണാം. ഫുട്ടേജ്, കോമ്പോസിഷൻ റീറ്റെയിൽ ലെയർ ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ കൊടുത്തു. അപ്പോൾ ഇതിനെ താഴെ കണ്ടില്ലേ, ടോപ്പ് ലെയർ ഒരു ഫോൾഡറായിട്ട് വന്നാണ്, ഇങ്ങനെയും വന്നാണ്. ഇതിങ്ങനെ താത്തുമ്പോൾ 2 ലെയർ വേണം. പിന്നെ ഫസ്റ്റ് ജാറാട്ടിട്ടുണ്ട്, ജാറിട്ടു.
ജാറിട്ടിട്ട് അതിൻ്റെ 3D ഞാൻ ഓണാക്കി. 3D ഓണാക്കി മാറ്റം കണ്ടോ, ബാക്കോട്ട് പോയി. ഇനി അതിലാണ് നമ്മൾ ടോപ്പ് വ്യൂ പോയിട്ട് ആ സാധനം സെറ്റ് ആക്കുന്നത്. എന്നാൽ എടുത്ത് പൊന്തിച്ചിട്ട് ഇതാക്കിയിട്ടൊന്നും വരുന്നില്ലല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, കൂടുതൽ ചിന്തിക്കണ്ട, അങ്ങനെ ചിന്തിച്ചാൽ മതി. ആക്റ്റീവ് ക്യാമറ ഉള്ള ടോപ്പ് വ്യൂവിൽ ഇട്ടാണ്ട് ആ സ്ഥലത്തോട്ട് പോവാണ്. പോയിട്ട് എന്ത് ചെയ്തു, ഇതാണ് നമ്മളെ ജാറ്. ഈ ജാറ് ഇങ്ങനെ വലിച്ച് ഞാൻ ഈ ടേബിളിൻ്റെ താഴെ കൊണ്ടിട്ടു. കൊണ്ടിട്ടാണ്ട് ടോപ്പ് വ്യൂ ഉള്ളത് ആക്റ്റീവ് ക്യാമറ ആക്കി. അപ്പം കണ്ടില്ലേ സംഭവം. ഇതാ ഒന്ന് താത്തിയ കാണാം. ലെയർ സെലക്ട് ചെയ്യുക, എസ് നിൽക്കുക, ഒന്ന് ശകലം ചെറുതാക്കുക. അങ്ങനെ അതും ഞാൻ ചെറുതാക്കി വെച്ചു. ഓക്കെ, ഇതുവരെ എനിക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. ചെറുതാക്കി ഒന്നുകൂടി ചെറുതാക്കട്ടെ, ഫ്രൂട്ട്സ് വരാനുള്ളതാണല്ലോ. ഒന്നും കൂടി ഓക്കെ, അത് മതി. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായില്ല. 3D ഓണാക്കി ടോപ്പ് വ്യൂവിൽ പോയാണ്ട് ഞാൻ അത് സംഭവം മേലേക്ക് ഇട്ടു. അതായത് ഇതിന് മേലേക്കാണെങ്കിൽ അവിടെ ഞാൻ ടേബിളിൻ്റെ താഴെ ഇട്ടെടുത്തു. അപ്പോൾ അതൊന്നും കാണുമ്പോൾ കൺഫ്യൂഷൻ കാണണ്ട. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ റീസണും കാരണം നോക്കട്ടെ. ഫസ്റ്റ് നമ്മളൊരു വർക്കാണ് അതുപോലെ ഇങ്ങനെ ചെയ്ത് പഠിക്കുക, പിന്നെ നമുക്കിന്ന് മനസ്സിലാവും ഓരോന്നേ. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ വേണ്ടേ, ഞാനൊരു നൾ ഒബ്ജക്റ്റ് കൊടുക്കാൻ ഉണ്ടാക്കാൻ പോവാണേ. ഇത് മൂന്നും കൂടിയും സൂമായി ആനിമേഷൻ വരാൻ വേണ്ടി. മറ്റേ ഇങ്ങനെ ഓരോന്നിനോരോന്ന് കൊടുക്കണ്ടേ. ന്യൂവിൽ പോവാൻ, നൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇത് അതിനെ 3D ആക്കാറുണ്ട്. നൾ ഒബ്ജക്റ്റ് എടുത്തതൊക്കെ 3D അല്ലേ. അപ്പോൾ ഞാൻ 3D ലെയർ ഓണാക്കി. ഇത് മൂന്ന് ഞാൻ ഷിഫ്റ്റ് വെച്ച് പ്രസ് ചെയ്തു. ഈ സംഭവം ഇങ്ങോട്ട് വലിച്ചിട്ടാൽ മതി. ഈ ചുരുണ്ട സാധനല്ലേ അതങ്ങനെ വലിച്ചിട്ടാൽ മതി. അപ്പോൾ ഇവിടെ ഇങ്ങനെ കാണിക്കും. വലിച്ചിട്ടത് റെഡി ആയില്ലെങ്കിൽ ഇവിടെ കാണിക്കും കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിനെന്ത് ചെയ്തു, ഒരു 7 സെക്കൻഡിൽ പോയിട്ട്, ഇപ്പോൾ ആഫ്റ്ററിൻ്റെ മോഷൻ ഗ്രാഫിക്സിൻ്റെ ട്യൂട്ടോറിയൽസ് കുറേ ഉണ്ട് മലയാളത്തിൽ. പക്ഷെ നല്ലൊരു ആഡ്സ് ഉണ്ടല്ലോ, അതൊന്നും മലയാളത്തിലില്ല. ഞാൻ ഹിന്ദിയും ഇംഗ്ലീഷൊക്കെ കണ്ടാണ് ഞാൻ അധികം ആഫ്റ്റർ പഠിച്ചു കേട്ടോ. മനസ്സിലാക്കും ബേസിലതൊക്കെ മനസ്സിലാവാൻ റിസ്ക് കേൾക്കാറോ. അപ്പോൾ അതുകൊണ്ടല്ല, ആഫ്റ്റർ 25% പഠിച്ചാൽ തന്നെ പെയ്ഡ് വർക്ക് ചെയ്ത് തുടങ്ങാം. ആഫ്റ്റർ 100% പഠിക്കുക എന്ന് പറഞ്ഞാൽ റിസ്ക്കാണ്. പക്ഷെ സമയമായിട്ട് എടുത്തെടുത്ത് നമ്മൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്തെങ്കിൽ തന്നെ സെറ്റ് ആവുള്ളൂ. അപ്പോൾ 7 സെക്കൻഡിൽ ഞാൻ നൾ ഒബ്ജക്റ്റിൽ സെലക്ട് ചെയ്തു, പി കൊടുത്തു. പി കൊടുത്താണ് എന്ത് ചെയ്ത്, ഞാൻ പൊസിഷന് കീ കൊടുത്തു. ഓക്കെ, പൊസിഷന് കീ കൊടുത്തൊരു 4 സെക്കൻഡൊക്കെ ആയപ്പോൾ എന്താ കിട്ടി, ഞാൻ സൂം ഇതാ ഇങ്ങോട്ട് നീക്കും. മൈനസ് ആണല്ലോ ഇങ്ങോട്ടാകുമ്പോൾ അങ്ങനെ ചെറുതാവും. അപ്പം ഞാൻ അതാ മാക്സിമം സൂം ചെയ്താണ്ട് സംഭവം കാണുകയേ ചെയ്യത്. ഇതിൽ നിൽക്കിയാൽ താഴോട്ടും പോയി. എന്നിട്ട് ഇത് രണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായി. നെക്ലൈൻ എന്താ പറഞ്ഞില്ലല്ലോ, ഒരു സ്മൂത്ത് ആവാനാണ് ആനിമേഷൻ ഒന്ന്. ഇത് സെറ്റായി. ഇനി ഇവിടുന്നാണ് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് കൊണ്ടുവരാണ്ടായില്ല. ഇങ്ങനെ വന്ന് അതിങ്ങനെ വരുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൻ്റെ എഡ്ജ് കാണണ്ടല്ലേ. ഒന്നും കൂടി ഒന്ന് വലുതാക്കാണ്ടല്ലേ. സ്കെയിൽ വെച്ച് ഞാൻ പുറത്തേക്കുന്നോട്ടെ. ഓക്കെ, ഇങ്ങനെ വന്ന് ഇവിടുന്ന് ഫ്രൂട്ട്സ് ഇങ്ങനെ വീഴും. അപ്പോൾ ഇത് കുപ്പി ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഓക്കെ, അത് സെറ്റ് ചെയ്ത്. അപ്പം ഇനി നമ്മൾ ഫ്രൂട്ട്സ് ഇമ്പോർട്ട് ചെയ്യാണ്. കൺട്രോൾ ഐ അടിച്ചു. അല്ല കേട്ടോ, കൺട്രോൾ ഐ, ദെൻ ഫ്രൂട്ട്സ് ഇമ്പോർട്ട്. മൊത്തത്തിൽ ഷിഫ്റ്റ് വയ്ക്കാണ്ട് ഇമ്പോർട്ട് ചെയ്യാണ്. ഒന്നും നോക്കണ്ട, ഇങ്ങോട്ടേക്ക് ഡ്രാഗ് ചെയ്തിടാം. എന്നിട്ട് എസ് പ്രസ് മൊത്തം സെലക്ട് ചെയ്യാണ്ട് ഒന്നിന് എസ് കൊടുത്താൽ മൊത്തത്തിൽ സ്കെയിലിൻ്റെ ഇത് വന്നാണ്ടില്ലേ. ജസ്റ്റ് ഒന്ന് ഒതുക്കി ചെറുതാക്കാം. ഓരോ നമുക്ക് ചെറുതാക്കാനുണ്ട്. പല അളവ് വയ്ക്കാറ്, പല ഇമേജസും അല്ലേ. ചെറുതാക്കി വെച്ച് കുറച്ച് വലിക്കാൻ കൂടുതലാണ്. നമ്മൾ 3D ഓണാക്കി. നമുക്ക് ഓരോന്ന് ഒരു വലിപ്പം ഒന്ന് സൈസ് ഒന്ന് റെഡിയാക്കി.
പല ഇമേജും പല അളവായോണ്ടേ. ഓക്കെ. നിങ്ങൾക്ക് വേണ്ട രീതി നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കട്ടെ, എങ്ങനെയാണ് ഇതാവണ്ടെന്നുള്ളൊരു ഇതനുസരിച്ച്. അപ്പോൾ നമ്മളത് ചെയ്തു. ഇനി എന്ത് ചെയ്യാന്നറിയോ? അപ്പോൾ മൊത്തം ഫ്രൂട്ട്സ് ഇമ്പോർട്ട് ചെയ്ത് 3D ഓണാക്കി ഇതൊക്കെ സംഭവം ഞാൻ സെറ്റ് ചെയ്തു. ഇനി ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്യാണ്, ന്യൂവിൽ പോവാണ് നൾ ഒബ്ജക്റ്റ്. ഞാൻ മൊത്തം നൾ ഒബ്ജക്റ്റ് ഞാനത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് 5 ഫ്രൂട്ട്സും സെലക്ട് ചെയ്ത് ഈ സാധനം കണ്ട് ഈ ചുരുണ്ടിക്കണേ ഇത് ഇതിലോട്ട് വലിച്ചിട്ടു. അപ്പോൾ മൊത്തം നള്ളിക്ക് പേരൻ്റ് ആയിനോ അറിയണ്ട, ഇവിടെ ഇങ്ങനെ കാണും ഏതൊക്കെയാണുള്ളത്. നള്ള് 4 അല്ല, അപ്പോൾ ഈ 4 ഇവിടെ കാണിക്കുന്നുണ്ട്. 4 അങ്ങനെ നോക്കിയാൽ മതി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തറിയാം, ഒരു 6 സെക്കൻഡിൽ കൊണ്ടുപോയാണ്ട് നള്ളിന് പി ഒട്ടി പൊസിഷൻ ഓണാക്കി ഇവിടെ വെച്ചാണ്ട് ഞാൻ ആ നള്ളിൻ്റെ 3D ഓണാക്കാൻ മറക്കാതെ 3D ഓണാക്കി ദെൻ ഞാൻ മൊത്തം സൂം ചെയ്യണം. മൊത്തമല്ല, ഒരു വിധം പറയാണ്ട് നന്നായി സൂം ചെയ്താണ്ട് കുറച്ച് മേലോട്ട് കയറ്റാണ്. നല്ലോണ്ട് സൂം ചെയ്ത് കുറച്ച് മേലോട്ട്. ഇത് രണ്ടും ഇങ്ങനെ പിടിച്ച് സെലക്ട് ചെയ്തു, F9 കൊടുത്തു. നോക്കട്ടെ, ഇങ്ങനെ വരുന്നത് ആപ്പിൾ ഇങ്ങനെ വന്നു നമ്മൾ കുപ്പിയിലേക്ക് അങ്ങനെ അത് സെറ്റായി. സെറ്റായി എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഇങ്ങനെ കാണാനൊന്നും പാടില്ല കേട്ടതാ. ഇതിങ്ങനെ വന്ന് അതിൻ്റെ ഇതിങ്ങനെ കുപ്പിയിലോട്ട് ഇങ്ങനെ ചാടി പോണ ഇത് വരുത്താണ്ട് നമുക്ക്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു അറിയാം, ഇതും നല്ല ചുറ്റും അങ്ങനെ മറ്റു സംഭവങ്ങളൊക്കെ ഞാനൊരു പ്രീകോംബാക്കി മൊത്തം സെലക്ട് ചെയ്ത്, അതായത് ഒരു കൂട്ടിലിട്ടേക്കാണ്. പ്രീകോംബ് അങ്ങനെ ഉദ്ദേശിച്ചാൽ മതി. പ്രീകോംബാക്കി പ്രീകോംബ് മൊത്തം സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് കൊടുത്താൽ ഇങ്ങനെ ഒരു വരും. അവിടെ ഞാൻ 2 എന്നുള്ളത് ഈ പേരിട്ടൊക്കെ മനസ്സിലാവാൻ നമുക്ക് രണ്ടാമത്തതല്ലേ, രണ്ടാം സീന് കൊടുത്തു. അതിങ്ങനെ വരും. ഇതിന് ഞാൻ എടുക്കാണ്ട് എന്ത് ചെയ്തു, ടാബിളിൻ്റെ അടിക്ക് വുഡിൻ്റെ അടിക്ക് വുഡിൻ്റെ അടിയിലെത്തിയോ, വുഡിൻ്റെ അടിയിൽ കിട്ടും. അങ്ങനെ ഇനി ഞാൻ ഇതിന് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ അത് മാത്രമുള്ളൊരു ലോകത്തൊക്കെ ഒന്ന് പോകും. മനസ്സിലായി? ഇവിടെ വെച്ച് നമ്മൾ എന്ത് ചെയ്യുമെന്നറിയും, മൊത്തം ആനിമേഷൻ ഈ എന്ത് ചെയ്യും, ഈ ഇത് മൊത്തം ഞാൻ സെലക്ട് ചെയ്യും. എന്നിട്ട് ഞാൻ പി പ്രസ് ചെയ്തത് പൊസിഷൻ മൊത്തം കുപ്പിക്ക് ചാടണമല്ലോ. അതെന്ത് ചെയ്തു, അപ്പം ഞാൻ ഇങ്ങനെയല്ല സംഭവം വരുന്നത്. അതായത് ഇങ്ങനെ വന്ന് ഒരു 6 സെക്കൻഡ് 7 സെക്കൻഡിലാണ് സംഭവം കുപ്പി അതുകൊണ്ട് വെക്കണത്. അപ്പം ഞാൻ എന്ത് ചെയ്ത്, ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി. അപ്പോൾ കേസർ ഇവിടെ ഉള്ളത് അവിടെ 6 ഇവിടെ 6 ഉള്ളത് കണ്ടില്ലേ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത്, അത് നിങ്ങളെ ലോജിക്കാണ്. ലോജിക്ക് മീൻസ് ഇപ്പോൾ ഇവിടെ കുപ്പി ഉണ്ട്, പക്ഷെ നമ്മളിവിടെ കാണില്ല എന്നുള്ളൂ. സംഭവം ഇവിടെ കുപ്പി ഉണ്ട്. അപ്പോൾ കുപ്പിൻ്റെ ഇതിക്കാക്കി ഇങ്ങനെ സെറ്റ് ചെയ്യണം, ഓരോ എലമെൻറ്റ് ബാക്കൊക്കെ ആക്കിയാണ്ട്. അതിനാണിപ്പോൾ ഞാൻ എന്ത് ചെയ്തത്,
ഫസ്റ്റ് നമുക്ക് ഫസ്റ്റത്തത് ഗ്രേപ്സ് അല്ലേ. ഈ ഗ്രേപ്സ് ഒന്ന് ഞാൻ പൊസിഷൻ ഞാൻ പി നോക്കിയപ്പോൾ പൊസിഷൻ വന്നേ. എന്നിട്ട് സ്റ്റോപ്പ് വാച്ച് ഒന്ന് തൊക്കുമ്പോൾ എല്ലാത്തിനും പുള്ളി വന്നല്ലോ, മൊത്തം സെലക്ട് ആണ്. എന്നിട്ടൊരു 7 സെക്കൻഡ് ഇത് എന്ത് ചെയ്താണോ ഈ മുന്തിരി സ്വല്പം ഉള്ള മൊത്തം സെലക്ട് ആയിട്ടാട്ടോ നമ്മൾ ഓരോന്ന് ഇതാക്കുക. മുന്തിരി സ്വല്പം നടിക്ക് നിൽക്കി. എന്നിട്ട് എന്ത് ചെയ്ത് നെക്സ്റ്റ് ഈ ബനാന അല്ലേ, ബനാനയും ബനാനയും ഞാൻ എന്തിട്ട് ഇങ്ങനെ ആക്കിക്കാണ്ട് കാരണം കുപ്പിക്ക് ഇങ്ങോട്ട് ചാടണം അത് ഇങ്ങനെ നോക്കി. അപ്പോൾ നമ്മളിത് നീക്കുമ്പോൾ ഗീഫ്രണ്ട് ഇവിടെ വരുന്നുണ്ട്. ഇത് സെലക്ട് ചെയ്യുമ്പോൾ ആ ലെയർ സെലക്ട് ആയി. എന്നിട്ട് ഇത് ഇങ്ങനെ താത്തിക്കാണ്ട് ഇതാ ഇങ്ങനെ ഉണ്ടാക്കി ഇതിന് ആപ്പിള് ഇങ്ങനെ താത്തിക്കാണ്ട് മൊത്തം കൂടിക്കണം. ലാസ്റ്റ് തന്നെ പപ്പായ നോക്കട്ടെ, ഈ കുപ്പിക്ക് വീണ പോലെ ഉണ്ടോ നോക്കട്ടെ. എവിടെയും വാലും തലയൊന്നും കാണാൻ പറ്റൂല. ഇങ്ങനെ വന്ന് 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 കണ്ടില്ല ചാടന്. യെസ്, ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ. ഇത് ഫസ്റ്റ് ചെയ്തപ്പോൾ കുറേ ഞാൻ കളിച്ചിരുന്നു. കാരണം എന്താ വെച്ചാൽ സെറ്റായി കിട്ടാനേ വേറെ ഇതാക്കി F9 കൊടുത്ത് ഒന്ന് ഇതാവാൻ എങ്ങനെയോ കിട്ടിപ്പോയതാ. അപ്പോൾ നമ്മൾ കിട്ടാനൊത്തുമില്ല. അതിൻ്റെ ബാക്കൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്താൽ മതി. ഇങ്ങനെ ഒക്കെ ഒന്നിൻ്റെ മൂട്ടിക്ക് തന്നെ ഇങ്ങനെ ഉണ്ട് ഇങ്ങനെ വെച്ചാണ്ട് സംഭവം നമ്മൾ അത് സെറ്റ് ചെയ്ത് ഇവിടെ എത്തി. ഇനി നമ്മൾ ഐറ്റംസ് വീണ് ഇനി നമുക്ക് ടോപ്പ് കൊണ്ടുവരണം. 7 സെക്കൻഡ് എത്തിയപ്പോൾ ഐറ്റംസ് മൊത്തം കുപ്പീൻ്റെ ഉള്ളിലായി. ഇനി ഞാൻ ഇവിടെ വെച്ചാണ്ട് കൺട്രോൾ ചെയ്ത് കൊടുക്കണം. അല്ല വേണ്ട, നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുള്ളത് എൻ്റെ കുപ്പി ഫോട്ടോഷോപ്പ് ഫയൽ മൂടി ഞാൻ ഏറ്റവും മേലെ ടോപ്പിൽ കൊണ്ടുപോയിട്ട് ഓക്കെ കൊണ്ടുപോയിട്ടാണ്ട് ഞാൻ ഒന്ന് സ്കെയിൽ ചെയ്യാണ്. ഒരു പാകത്തെ വെപ്പാക്കിയിട്ട് എന്നിട്ട് 3D ആക്കിട്ടോ. 3D ആക്കി ഒരു റിയലിസ്റ്റിക് ഫീലും കിട്ടും. ഞാൻ പറഞ്ഞില്ല നിങ്ങളുടെ മൊത്തത്തിൽ ഇങ്ങനെ കറങ്ങാനും. പക്ഷെ ഇതിന് നമുക്ക് ആവശ്യമില്ല. ചില എലമെൻറ്റ്സ് ഒക്കെ ഇങ്ങനെ ചുറ്റാൻ നമുക്ക് ലോഗോ ആയാലും വന്ന് വട്ടം കറക്കാനൊക്കെ ഇതിന് കുറേ ഉപയോഗങ്ങളുണ്ട്. നമുക്ക് കൂടെ ക്ലാസ്സിൽ മനസ്സിലാക്കി തരാം. ടോപ്പ് വെട്ടും ടോപ്പ് ഞാൻ കുപ്പി നമ്മൾ ജാറിൻ്റെ അടിയിൽ ഇട്ട് ഇല്ലേ, കുപ്പി ഇത് ജാറ് ഒന്ന് ചെറുതാക്കല്ലേ ശകലം. അപ്പോൾ 7 സെക്കൻഡിൽ വെച്ചാണ്ട് ഈ സെക്കൻഡിൽ നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ വീഴുന്നുണ്ട് കേട്ടോ. ഒരു 9 സെക്കൻഡിൽ പോയാണ്ട് ഞാൻ എന്ത് കാട്ടി പൊസിഷനും റൊട്ടേഷനും ഓണാക്കി. പിയും 6 പൊസിഷനും റൊട്ടേഷനും. ഞാൻ ഈ മൂടിൻ്റെ മാത്രം 3D ഓണാക്കണില്ല കേട്ടോ. മൂടി നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. എന്തായിട്ട് പി 6 പിയും നക്കി ഷിഫ്റ്റ് പ്രസ് ചെയ്ത് 6 ഞാൻ എന്ത് ചെയ്താലോ ഇവിടെ നിന്ന് കട്ട് ചെയ്യാനറിയില്ല. ആൾട്ട് ഓപ്പൺ ബ്രാക്കറ്റ് ഫസ്റ്റിക്ക് കട്ട് ചെയ്യാൻ ആൾട്ട് ഓപ്പൺ ബ്രാക്കറ്റും എൻഡിൽ കട്ട് ചെയ്യാൻ ക്ലോസ് ബ്രാക്കറ്റും. എന്ത് കാട്ടി ഞാൻ നമുക്ക് ഇവിടുന്ന് ആവശ്യമുള്ളൂ. മൂടി ഫ്രൂട്ട്സ് ഇങ്ങോട്ട് വന്നതിൻ്റെ ശേഷമാണ് മൂടി വരേണ്ട ആവശ്യമുള്ളൂ.
ഡോട്ട്സ് ഇങ്ങനെ ചാടി ചാടി കഴിഞ്ഞാൽ മൂടി വരണം. അതായത് ഇങ്ങനെ വന്ന് ഒരു 7 സെക്കൻഡ് എത്തുമ്പോൾ മൂടി വരാൻ തുടങ്ങണം. അപ്പോൾ ഞാൻ എന്തായിട്ട് ഈ 9 സെക്കൻഡിൽ നിന്നാണ് മൂടി കംപ്ലീറ്റ് മൂടുക. ഞാൻ 8-ലും മൂടാം 10-ലും മൂടാം, അത് നിങ്ങളെ ഇഷ്ടമാണ്. ഞാൻ എന്നിട്ട് പൊസിഷൻ കൊടുത്ത് ഓണാക്കി, പൊസിഷൻ ഓണാക്കി 7 സെക്കൻഡിൽ നിന്നാണ് സംഭവം ഇങ്ങനെ ചാടേണ്ടി കേട്ടോ. മേലോട്ട് കൊണ്ടുവച്ച് എന്നിട്ട് വീണ്ടും 9 സെക്കൻഡിൽ വന്നാണ്ട് 6 ഓണാക്കി. 6 ഓണാക്കിയിട്ട് എന്ത് കാട്ടി, റൊട്ടേഷൻ ഓണാക്കി ഇവിടെ വെച്ചാണ്ട് ഒന്ന് ചെരിച്ചു കൊടുത്ത് ഇവിടെ നിൽക്കണം. ജസ്റ്റ് ഒന്ന് രണ്ടും കൂടി സെലക്ട് ചെയ്താണ്ട് F9 കൊടുത്ത് എന്തായി, ടോപ്പ് ഇങ്ങനെ വന്ന് മൂടി. കുറച്ചൊന്ന് എടുത്തൊക്കെ സ്ലോ ആയിട്ടാണ് വരുന്നത്. ഇങ്ങനെ വന്ന് ടോപ്പ് പൊസിഷനും റൊട്ടേഷനാണ്. അതായത് മൂടി ഉണ്ടില്ലേ, നമ്മൾ ഇങ്ങനെ ചെരിഞ്ഞ് മൂടി ഇങ്ങനെ വന്ന് റൊട്ടേഷൻ നമുക്ക് കുറച്ചുകൂടി ഒന്ന് കൊടുക്കാം. മൂടിക്ക് തീരെ ചെരിവില്ല, അതൊന്ന് എന്ത് ചെയ്യണ്ടല്ലേ. ഇവിടെ എത്തുമ്പോൾ മൂടി കെട്ടൊന്ന് മൂടണം. അതായത് നേരാവണം. ഇങ്ങനെ വന്ന് കണ്ടു മൂടി. ഓക്കെ, അങ്ങനെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് ഫ്രൂട്ട്സ് കൊണ്ടുവന്നിട്ട് കുപ്പിയിലിട്ട് മൂടലും കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ പേര് വരുത്തണ്ടേ. പേര് ജസ്റ്റ് അപ്പം എന്ത് ചെയ്യണം, അപ്പം ഞാൻ പേരിട്ടത് ഇതാണ് കളറ്. ഇതിന് താഴെ ഉണ്ടില്ലേ, അതായത് സ്ട്രോക്കിൻ്റെ കളറാണ്. ഇവിടെ സ്ട്രോക്ക് ഈ PX ഉണ്ടല്ലോ, സ്ട്രോക്കിൻ്റെ അളവാണ്. ഫിക്സഡ് ഈ ഫ്രൂട്ട് ഇവിടെ T ടൂൾ എടുക്കുക, പ്രസ് ചെയ്യുക, ഫ്രൂട്ട് എന്താ വൈറ്റ് എടുത്ത് വൈറ്റാക്കി സ്ട്രോക്ക് നന്നാക്കി മിക്സ്ഡ് ഫ്രൂട്ട് ജാമ് റോസ്വെല്ല് ഫോണ്ട് ഒരു റോസ്വെല്ലല്ലേ, അല്ല വേറെന്തോ ഒരു സാധനമാണല്ലോ. കുറച്ച് തിക്കായിട്ടുള്ളൊരു ഫോണ്ട് തൽക്കാലം ഞാൻ അത് കൊടുക്കുകയാണ്. നല്ല സ്റ്റാൻഡേർഡ് ഫോണ്ടുകളും നിങ്ങൾ കൊടുക്കുക. ഇതിപ്പോൾ കുറേ ആയി ഉണ്ടാവും, ഇതന്നെ കൊടുത്ത് മിക്സ്ഡ് ഫ്രൂട്ട് എടുത്ത് ജാമ് ഞാനൊരു കൂട്ട് ഫോണ്ടാണ് കൊടുക്കുന്നത്. റോസ് ഒന്ന് വലുതാക്കി വെച്ചു. കളറൊക്കെ വലുതാക്കി റെഡ് എടുക്കുന്നത് കാണുന്നു. റെഡ് എടുത്ത് സ്ട്രോക്ക് നമ്മൾ ഒരു വൈറ്റും കൊടുക്കുക. ഓക്കെ, വൈറ്റും കൊടുക്കുക. എന്നിട്ട് ഞാൻ എന്താ അറിയാം, ഇതിപ്പോൾ 3 ടെക്സ്റ്റ് അയക്കണം. 1 2 3 സെലക്ട് ചെയ്താണ് പ്രീ കോംബ് എടുത്ത് ഞാൻ പറഞ്ഞില്ല 3 കൂട്ടിക്കിടുകയാണ്. മൂന്നാമത്തെ സീനാക്കിയാണ് 3 എടുത്ത് കേട്ടോ.
അപ്പം ഇവിടുന്നൊക്കെ പോകണ്ടില്ല, നമുക്ക് വരേണ്ടത് ഇവിടുന്ന്. ആ കുപ്പി മൂടി ഇത് കഴിഞ്ഞ് അതുകൊണ്ട് ഞാനിത് കട്ട് ചെയ്യുക, വേസ്റ്റാണ്. കട്ട് ചെയ്യാൻ ആൾക്ക് ഓപ്പൺ ബ്രാക്കറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ച് വലിച്ചൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെ ഇവിടുന്നാണ് സംഭവം വേണ്ടത്. എന്നിട്ട് ഞാൻ പ്രീ കോംബ് ആക്കിയ പിന്നെ എന്താ അവിടെ എസ് ആക്കിയ മൊത്തത്തിൽ രണ്ട് ചെറുതാണ് കേട്ടോ. പ്രീ കോംബ് കൊടുത്തു. ഇപ്പം എത്ര ലെങ്ത്തായി എന്ന് വെച്ചാൽ അറിയാം. അപ്പം അങ്ങനെ ആക്കി. ലൈറ്റ് വൈപ്പ് പറഞ്ഞ എഫക്റ്റ് ബ്രസ്റ്റിൽ പോവാൻ ലൈറ്റ് വൈപ്പ് എടുത്താണ്ട് ഞാൻ ഈ പ്രീ കോമ്പിലോട്ടാണ് ഇട്ടുകാണ്ട് ഞാൻ പറഞ്ഞില്ല എന്ത് ട്രാക്ക് ചെയ്തിട്ടും ഇവിടെ അതിൻ്റെ സംഭവങ്ങൾ വരികയാണ്. ഞാൻ എന്താ പറ്റി കംപ്ലീഷൻ ഉള്ളിടത്ത് ഞാൻ കീ ഫ്രെയിം കൊടുത്ത് ഒരു 10 സെക്കൻഡിന് ഞാൻ കീ ഫ്രെയിം കൊടുത്ത് എന്നിട്ട് ഞാൻ എന്താ ഇത് ഇങ്ങനെ കുറച്ചൊരു 75 കംപ്ലീറ്റ് ആയില്ലേ. രണ്ടും കൂടി സെലക്ട് ചെയ്യുക, F9 കൊടുക്കുക. ഇതിലെ വരുന്നത് ഇങ്ങോട്ട് പോകുമ്പോൾ നോക്കണ്ട, ഇവിടെ ഉണ്ട് നമ്മൾ കോമ്പ് ഫസ്റ്റ് ഇതാ. ചിലപ്പോൾ ഇങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ അതിൻ്റെ ഉള്ളിൽ പോകും. ഈ സംഭവം ഒന്നും പോകില്ല, അല്ല എലമെൻസുകളൊന്നും പോകില്ല. അങ്ങനെ വന്ന് കുപ്പി മൂടി സാധനം ഇങ്ങനെ വന്ന് CC ലൈറ്റ് വൈപ്പ്. ഓക്കെ, എന്തോ പ്രശ്നമുണ്ട്. തൽക്കാലം ഇപ്പോൾ ടെക്സ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇവിടെ എത്തുമ്പോൾ അത് വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് 10 സെക്കൻഡിൽ ചുരുക്കുകയാണ്. നമുക്ക് ഇവിടെ മതി ആട്ട് വെച്ച് ഓപ്പൺ ബ്രാക്കറ്റ് ചെയ്ത് കട്ട് ഇട്ടോ. നമ്മൾ ഈ ലെയറുമ്പോൾ T പ്രസ് ചെയ്യുക. T പ്രസ് ചെയ്താൽ ഒപ്പാസിറ്റി വരും. എന്നിട്ട് ഞാൻ കീ ഫ്രെയിം കൊടുത്ത് 0 കൊടുത്തിട്ട് 10 സെക്കൻഡ് വന്നാണ്ട് 100 കൊടുത്ത്. അപ്പോൾ അതങ്ങനെ മങ്ങിയാണ്ട് തെളിഞ്ഞ് വരുന്നതാണല്ലോ. അതിനൊക്കെ പ്ലഗിൻസ് ഉണ്ട് കേട്ടോ. ആനിമേഷൻ കമ്പോസറിൽ കുറേ പ്ലഗിൻസ് ഉണ്ട്. ഞാനിപ്പോൾ അത് പ്ലഗിൻസ് ഒന്നും ഉപയോഗിക്കാതെ നിങ്ങൾക്ക് കാണിച്ചു തന്നെയുള്ളൂ. അതാണ് നല്ല സുഖം. ഒന്ന് ക്ലിക്ക് ചെയ്ത് സംഭവം എത്തി. കുപ്പിക്ക് ചാടി മൂടി വന്ന് കൂട്ടി ഇതാക്കി ഇനി അത് എക്സ്പോർട്ട് ചെയ്യാം കേട്ടോ. എക്സ്പോർട്ട് ചെയ്യാൻ ഫയലിൽ പോവാൻ 2 ഓപ്ഷൻ ചെയ്യാം. ആദ്യം നിങ്ങൾ മീഡിയ എൻകോഡർ എന്ന സംഭവം ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഏതാണ് 2020 സപ്പോർട്ട് ചെയ്യുന്ന മീഡിയ എൻകോഡർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണും. എക്സ്പോർട്ട് കൊടുക്കുമ്പോൾ ഇവിടെ കാണും. ഇത് വഴി ചെയ്യാം, ആഡ് ടു റെൻഡർ കീയും ചെയ്യാം. ഞാൻ മീഡിയ എൻകോഡർ വഴി ഞാൻ എക്സ്പോർട്ടിന് എടുത്ത് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ ആയിക്കാരം വരിക. മീഡിയ എൻകോഡർ വഴി ഇതാകുമ്പോൾ. എന്നിട്ട് ഇത് ഞാൻ സെലക്ട് ചെയ്തു. വുഡ് നോട്ട് റീഡ് ഫ്രം സോഴ്സ്, പ്ലീസ് ചെക്ക് ദി സെറ്റിംഗ്സ്. ഓക്കെ, എന്തൊക്കെ സംഭവം എത്തിയില്ല, എപ്പോഴും എത്തി. ഇതാണ് നമ്മളിപ്പോഴത്തെ ഐറ്റം. ഇത് ഓൾഡ് എന്തോ ആണ്. അങ്ങനെ അത് സെലക്ട് ചെയ്തു. ഇപ്പോൾ വരും. മേക്ക് സോഴ്സ് ഞാൻ ക്ലിക്ക് ചെയ്തു. ഫ്യൂ സെക്കൻഡ്സ് ലേറ്റർ അത് നോക്കുമ്പോൾ അത് ഇങ്ങനെ വരും. ഇതാണ് നമ്മൾ ഔട്ട്. എന്താ ക്ലിയർ അല്ലേ. എന്നിട്ട് ഇതാ യൂസ് മാക്സിമം ക്വാളിറ്റി. ഇവിടെ ഒന്നും ചിന്തിക്കണ്ട. യൂസ് മാക്സിമം ക്വാളിറ്റി ടിക്ക് കൊടുത്ത് ഇത് ഞാനുണ്ട് ക്ലിക്ക് ചെയ്താൽ എടുക്കാൻ വേണ്ടി ചോദിക്കും. ഞാൻ ഡൗൺലോഡ്സ് കൊടുക്കുകയാണ്. എന്തെങ്കിലും പേരിട്ട് എഫ് എന്നോ പേരിട്ട് ഇനി ഞാൻ ഓക്കെ കൊടുത്ത് ഇതൊക്കെ ഇതാണ്ട H.264 ഫോർമാറ്റ് ടിക്കും കൊടുത്ത് ഒന്നും ഞാൻ നോക്കിയില്ല. 13 MB ഉള്ളത്. ഓക്കെ കൊടുത്ത് കുറച്ച് കഴിഞ്ഞ് മേലെ അതിൻ്റെ ഈ പച്ചല്ലേ, ഈ പച്ച നിൽക്കുക. പച്ച നിൽക്കുമ്പോൾ അതിങ്ങനെ എക്സ്പോർട്ട് ആവുകയാണേ. കംപ്ലീറ്റ് ആയാൽ ഇപ്പം നമുക്ക് അതിൻ്റെ സൂചന കിട്ടും. സംഭവം കംപ്ലീറ്റ് ആയി ടിക്ക് വന്നു. ഇനി നമുക്ക് ഡൗൺലോഡ്സ് പോയി വെക്കാം. ഹാപ്പി വൈഫ് ഓപ്പൺ വിത്ത്
ഞാൻ സൗണ്ട് കൊടുത്തില്ല. സൗണ്ട് ഒക്കെ കൊടുക്കാൻ നിങ്ങൾക്ക് നേരത്തെ ഞാൻ വീഡിയോ ഒക്കെ പറഞ്ഞത് നമുക്ക് വേണ്ട പാട്ടോ സോങ് അത് ഇമ്പോർട്ട് ചെയ്താണ്ട് ഇതാക്കുക. ഏറ്റവും ലാസ്റ്റ് കൊണ്ടുപോയിട്ടാൽ മതി. മുടി വെച്ചാൽ നന്നായി കേട്ടോ. അപ്പം നിങ്ങൾ നോക്കണതുണ്ടോ? പക്ഷെ ഞാൻ ചെയ്ത വർക്ക് ഉണ്ട് എൻ്റെ ചാനലിൽ തന്നെ. അത് നല്ല വൃത്തിക്ക് നിൽക്കുന്നുണ്ട്. എഡ്ജ് ഇങ്ങനെ നിൽക്കണേ. അപ്പം നിങ്ങൾ നോക്കി ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ആഫ്റ്ററിൻ്റെ ട്യൂട്ടോറിയൽ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. വേണം എന്ത് വീഡിയോസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. പിന്നെ ചാനൽ സബ് ചെയ്യുക. വേണ്ടവർക്ക് ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കണേ.